എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചലഞ്ച് ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 പേപ്പറിൽ നോ ഹാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെന്താ യൂസ് ഹാൻഡ് അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണം ഇടും, എന്നിട്ട് അതിൽ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ തുറന്നു നോക്കണം. അപ്പോൾ ഏതാണോ കിട്ടുന്നത് അങ്ങനെ തന്നെ കഴിക്കണം. ഇപ്പൊ എനിക്ക് നോ ഹാൻഡ് ആണ് കിട്ടുന്നതെങ്കിൽ ഞാൻ വാ കൊണ്ട് കഴിക്കണം. എന്ന് വെച്ചാൽ വാ കൊണ്ടാണ് കഴിക്കുന്നത്, എന്നുവെച്ചാൽ ഇങ്ങനെ കഴിക്കേണ്ടി വരും, കൈ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ഇവന് ഹാൻഡ് ഉപയോഗിക്കാമെങ്കിൽ ഇവൻ 2 കൊണ്ട് കഴിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. ഞങ്ങൾ അതിന് തിരിഞ്ഞിരിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ചേട്ടായി എന്തായാലും കൊണ്ട് വെക്കും, ഞങ്ങൾക്ക് അറിയില്ല എന്താണ് കഴിക്കാൻ കിട്ടുന്നതെന്ന്. അപ്പോൾ നമുക്ക് തിരിഞ്ഞിരിക്കാം. ഞങ്ങൾ തിരിയുവാണ്. ഞങ്ങളുടെ സാധനം കൊത്തിക്കൊണ്ട് പോകാൻ വേണ്ടിട്ട് ഒരു കാക്ക വന്നിരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത് കഴിക്കാൻ വേണ്ടിട്ട് എടുക്കാം. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ലോട്ട് നറുക്കെടുപ്പ് നമ്മുടെ ഈ സംഭവം ഇടാൻ പോവാണ്. ഓ, എന്റെ മുമ്പിൽ തന്നെ എനിക്കൊരെണ്ണം വീണിട്ടുണ്ട്. നമുക്ക് നോക്കാം. ശരിയാക്കാത്ത എനിക്ക് സന്തോഷായി. ഗൈസ് നോക്കുതേ, എനിക്ക് യൂസ് ഹാൻഡ് കാണിക്കട്ടെ, എനിക്ക് നോ ഹാൻഡ്. യൂസ്. ഇനി ഞങ്ങൾ കഴിക്കട്ടെ, എന്താണെന്ന് നോക്കാം. അയ്യോ, എനിക്ക് സിമ്പിൾ ആണ്. കൈ വെച്ച് തുറക്കാൻ പറ്റില്ലല്ലോ, എങ്ങനെയെങ്കിലും ഒക്കെ തുറന്നോ. എനിക്ക് 2 കൈകളും ഉപയോഗിക്കാന്നൊക്കെ. പാത്രം മാറ്റി. നോ ഹാൻഡ് പോടാ. ഞാൻ ഇനി നോക്കിക്കേ, പൊടി. കടിച്ചു തുറക്കടാ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ആണ്ട് ഫുൾ ഓടിക്കണ്ടേ? എന്നെ കൊണ്ട് തുപ്പിക്ക് പറ്റും. അയ്യോ, തിരുപ്പിക്കല്ലേടി. എന്നെ തുപ്പിച്ച് കേട്ടോ. ഞാൻ ഫിനിഷ് ചെയ്തു. ഞാൻ നോക്കാണില്ല. നമുക്ക് ഇനി അടുത്ത ചലഞ്ചിലേക്ക് പോവാം. ഇപ്പൊ ഗൈസ് ഇവിടെയൊക്കെ കൊളായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ ജയിച്ചു. കഴിഞ്ഞ ചലഞ്ചിൽ അവനാണ് ജയിച്ചത്, ഈ ചലഞ്ചിൽ ഞാൻ ജയിച്ചു കേട്ടോ. അപ്പൊ ഇനി ഈ ചലഞ്ചിൽ ഞാനാണ് ജയിച്ചത്. അടുത്ത ചലഞ്ചിൽ ആരാണ് ജയിക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ലോട്ട് തിരിച്ചു കൊടുത്തേക്കാം. അപ്പൊ ഞങ്ങൾ തിരിഞ്ഞിരിക്കുവാണ്. ഞങ്ങളുടെ എവിടെ ഫുഡ് എന്താണെന്ന് അറിയില്ല. എടാ നീ തുപ്പിച്ചോ. ഞാനല്ല. അയ്യോ, കാക്കച്ചൻ അവിടെ മിണ്ടാണ്ടിരിക്കണം. എന്തായിരിക്കും? അപ്പൊ കഴിഞ്ഞില്ലേ? തിരിയുവാണ്. അപ്പൊ നമുക്ക് ലോട്ട് എടുക്കാം. ലോട്ട് വാ. എനിക്ക് മനസ്സിലായി, അവൻ നനച്ച് അത് ഒഴുക്കി വെച്ചിരിക്കുകയാണ്. കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. നോ ഹാൻഡ് എന്താണെന്ന് അറിയില്ല. എന്തായാലും പ്രശ്നം തന്നെയാണ്. നമുക്ക് തുറന്നു നോക്കാം.
ഹേയ് ഗൈസ് ബിങ്കോ. ഓക്കെ നമുക്ക് തിന്നാലോ? തിന്നാം. ഞാൻ പല്ലിളകിയിരിക്കുവാണ്. പല്ല് പറഞ്ഞു പോകുന്ന ഡൗട്ട്. രണ്ട് കണ്ട് യൂസ് ചെയ്യാലോ? നിലത്ത് വെച്ച് പൊട്ടിക്കണം. പാത്രം പൊട്ടുന്ന ഡൗട്ട്. ഞാൻ കേൾക്ക് കയ്യൊക്കും പോടാ. തലയിടിച്ച് ഗൈസ്. അതെ എന്താ ഇവിടെ കിടക്കണേ? ഈ പ്ലേറ്റ് പിടിക്കാവോ? പ്ലേറ്റിൽ നിന്ന് ഇറക്കണോ? ഇനി പൊട്ടുവോ? എടാ പോടാ. ഈ ലേസിനൊക്കെ അല്ല മര്യാദക്ക് പതുക്കെ കഴിച്ചാ മതി. അത് കേക്കനട്ടൊക്കെ അടിക്കുന്ന പോലെ തലേ വെച്ച്. ഞാൻ പ്ലേറ്റിൽ നിന്ന് ഇറക്കോട്ടെ. പൊട്ടി നിലത്ത് പോകാണ്ടിരുന്നത്. ഞാൻ ഈ കൊട്ട വെച്ചെടുത്തോട്ടെ. അത് നിന്റെ തല പോവാ. ഇവന് കരിനാക്കാട്ടോ. ഇവനോട് മിണ്ടാണ്ടിരിക്കാൻ പറ. എന്റെ തല പോയാ ഞാൻ നേരെ വെച്ചോട്ടെ. ഞാൻ ജയിച്ചിട്ടുണ്ട്. ഈ കളി ഫുള്ളും ഞാൻ ജയിച്ചു. ആ നനച്ച നോട്ട് അടുത്ത് വെച്ചോട്ടെ. കേട്ടോ, നനച്ച നോട്ട് മാറ്റി. കാറ്റ് പോയി. ഞാൻ തോറ്റിട്ടുണ്ട്. ഞാൻ ഇനി ശ്രമിച്ചിട്ടുണ്ട്. എന്റെ തലയും കൈയൊക്കെ എവിടെയെങ്കിലും ചെന്നിരിക്കും. അപ്പൊ നമുക്കിനി അടുത്തയിലേക്ക് പോവാട്ടോ. അപ്പൊ ആ നനഞ്ഞ ലോട്ട് നമ്മൾ മാറ്റുവാണ്. പോടാ. നനഞ്ഞ ലോട്ട് ഞാൻ മാറ്റുവാണ്. ലോട്ട് ഇനി ഞങ്ങൾ തിരിഞ്ഞിരിക്കാൻ പോവാണ്. ഈ ലേസ് ഞാൻ മാറ്റുക. നമ്മൾ തിരിഞ്ഞിരുന്നിട്ടുണ്ട്. എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. ഇതെന്താന്ന് എനിക്ക് ഒട്ടും അറിയില്ല കേട്ടോ. നേരത്തെ മണമെങ്കിലും പിടിച്ചു. ഇപ്പൊ മണം പോലും പിടിക്കുന്നില്ല. പേപ്പറിലൊക്കെ പോയിട്ടാ ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ അല്ലെങ്കിലും കാണിച്ചിട്ടില്ല. സമൂസയുടെ മണം. കൂടാ. വേറെന്തോ ഇനി തിരിഞ്ഞോട്ടെ. തിരിയാട്ട് അതുമായിട്ട് നോക്കണ്ട. നമുക്ക് അങ്ങോട്ട് നോക്കാം. എനിക്കറിയില്ല. എനിക്ക് യൂഹാണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്താണെന്ന് തുറന്നു നോക്കാം. എനിക്ക് അറിയില്ല കേട്ടോ. അയ്യോ എനിക്ക് തോന്നി സീഗ്നാന്ന്. എനിക്ക് യൂസ് ഹാൻഡ് ആണല്ലോ അല്ലേ. ഞാൻ നോക്കിയിരിക്കും ഇങ്ങനെ. കഴിച്ചോട്ടെ. ഓക്കെ. എന്നെ കാണാൻ പറ്റുന്നില്ല. ആടിനെ പോലെ. ചിരിക്കല്ലേ. കറക്റ്റ് ആടിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നെ കാണാമോ? ചിരിക്കടി.
കൊക്കൊക്കെ അവനുണ്ട് എടുത്തോണ്ട് പോകും. നോക്കുമ്പോ കൊക്ക് പറന്നോണ്ട് പോകും. എടാ നിനക്ക് പാടാടാ, തിന്നടാ. ഞാൻ തോന്നിച്ചോ പറയാൻ പറ്റിയില്ല. ശരിയാ. അത് കൈ ബാക്കി വെക്ക്. പണ്ട് വെച്ച കുഴപ്പമില്ല. കുത്താൻ പാടില്ല. അങ്ങനെ കുത്തിയ എങ്ങനെയാടാ കുത്തിയ ആ, നീ കുഴപ്പമില്ല. കുത്തുക. കൈ തൊടാൻ നിന്നാ പോരെ. എന്റെ പല്ലിന്റെ ഇവിടെ എന്തോ കൊണ്ട്. ബാക്കിയെല്ലാം പുറത്താ പോയ പാത്രത്തില്. നെഞ്ചുവേദന എടുക്കണം. അശ്ലിത്തി എടാ കൈ പെട്ടോ. ഈ പൊടി തിന്നണോന്നില്ലല്ലോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസ്. അയ്യോ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഇവൻ ഞാൻ തോറ്റു. തോറ്റിട്ടുണ്ട്. എടാ എടാ കണ്ടിന്യൂ. മതിനി പിന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ ജയിച്ചു. അയ്യോ പല്ലിനിടക്ക് കേറിട്ടോ. അപ്പോൾ ഞാൻ ജയിച്ചിട്ടുണ്ട്, ഇവൻ തോറ്റിട്ടുണ്ട്. ഇന്നലത്തെ ഇതുപോലെ ദിവസം ഇത്ര ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത്ര ഉണ്ട്. ഇത് നനഞ്ഞ് അവൻ തപ്പി വെച്ചേക്കുക. എന്റെ ഇത്ര ഉള്ളൂ. ഇത് പിന്നെ പൊടി കഴിക്കണ്ടല്ലോ കേട്ടോ. ഇനി കഴിക്കണമെങ്കിൽ കഴിഞ്ഞു. അപ്പൊ ഇവൻ തോറ്റു. അപ്പോൾ ഇന്നത്തെ പോലെ ഇവൻ ജയിച്ചില്ല കേട്ടോ. ഞാൻ തോറ്റു. ഞാൻ ജയിച്ചു, ഇവൻ തോറ്റു. എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഇത് താൽക്കാലിക സന്തോഷമാണ്. ഇത് താൽക്കാലിക സന്തോഷമാണ്. എനിക്ക് 2 മാർക്കും ഇവന് 1 മാർക്കും ഉള്ളൂ. എനിക്ക് 2 അല്ലേ? 1 മാർക്കാ. ബിങ്കോയിന്റെ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് 2 മാർക്കുണ്ട്. എടാ ബിങ്കോയിന്റെ ആടാ. നീ ബിങ്കോ മാത്രം ജയിച്ചു. അല്ല മിത്തി 1. ഓക്കെ, അപ്പോൾ അവന് മനസ്സിലായില്ല കേട്ടോ. അവന്റെ കണക്ക് ഫുള്ള് തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ എടാ തുടച്ച് കളയടാ. ഇപ്പോൾ ആട് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. ബൈ.